കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളുടെ ബന്ധുക്കളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് ഇങ്ങനെ വൈസ് വേഴ്സ അവരെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കുറ്റം പറയുന്ന ഒരാളാണോ? തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ. വേറെ ഒന്നുമല്ല, ഇപ്പൊ കഴിഞ്ഞ കുറേ ആയിട്ട് ഇപ്പോൾ വരുന്ന കേസസും അതിൽ കൂടാതെ നമ്മളുടെ ക്ലിനിക്കിൽ നേരിട്ട് വരുമ്പോൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും, സ്കൂൾസിൽ പോകുമ്പോൾ കുട്ടികളോട് സംസാരിച്ച കാര്യങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കുട്ടികൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, അമ്മയും അച്ഛനും ഒക്കെ എത്ര പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് അവരുമായിട്ട് ഓക്കെ അല്ല, ബന്ധുക്കളായിട്ട് ഓക്കെ അല്ല, പ്രശ്നമാണ്, അവർ നമ്മളൊന്നും ഹെൽപ്പ് ചെയ്യില്ല, അവർ പ്രത്യേക ആൾക്കാരാണ്, നമ്മുടെ അടുത്ത് പൈസ ചോദിക്കുള്ളൂ, ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പം അമ്മയും അച്ഛനും അവരൊക്കെ ട്രിപ്പിന് പോകാൻ വേണ്ടി വിളിക്കുമ്പോൾ അമ്മയും അച്ഛനൊക്കെ അവരെ കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഭയങ്കര ചിരിച്ചിട്ടൊക്കെ പോകുന്നു. അതെങ്ങനെയാണ് സാധിക്കുന്നത്, അവർക്ക് എങ്ങനെയാണ് പറ്റുന്നത് എന്നൊക്കെ ചോദിക്കും. ഇത് ഈ പൊതുവേ ഒരു സ്വഭാവമാണല്ലോ. നമുക്ക് ആരോടെങ്കിലൊക്കെ ഇത്തിരി പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഞാൻ കിടന്ന് പോകണ്ട, നീ കിടന്ന് പോകണ്ട, അവരുടെ സ്വഭാവം എങ്ങനെയാണ്, അവർ ഇങ്ങനെ നെഗറ്റിവിറ്റി കൊടുക്കും. ഇത് കുട്ടികളുടെ ഉള്ളിലേക്ക് കയറിയിട്ട് വലിയൊരു വിഷമായിട്ട് മാറാറുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ? ശരിക്കും ഉണ്ടല്ലോ, ഈ കുഞ്ഞു മനസ്സുകൾ നമ്മൾ പറയും 10 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ വയസ്സിലൊക്കെ എന്താ, ആ വയസ്സിലാണ് കുട്ടികളുടെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ നടക്കുന്ന ഒരു സമയം. അവിടെ കിട്ടുന്ന ഓരോ മുറിവും ഭയങ്കര ആഴത്തിലാണ്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയാറുണ്ട് ഡിവോഴ്സിന്റെ ഭാഗമായിട്ട്. ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, കഴിഞ്ഞ ദിവസം തന്നെ ചൈൽഡ് റൈറ്റ് കമ്മീഷൻ ഇതിനെക്കുറിച്ചിട്ടൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അത്രമാത്രം ഡിവോഴ്സ് ചെയ്യുന്ന മാതാപിതാക്കൾ കാരണം കൊണ്ട് കുട്ടികളെ ബാധിച്ചിരിക്കുന്ന ഒരു കാര്യം. രണ്ടുപേരും കിരി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ പറയാം. നിങ്ങൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും ഈ ഒരു പ്രശ്നത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായിരിക്കും. പക്ഷെ കുഞ്ഞിനല്ല, കുഞ്ഞിന് അച്ഛനും അമ്മയാണ്. ദർ ഇസ് എ ടോക്സിക് നാർസിസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ പല കാര്യങ്ങളും കൊടുത്ത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പറയുമ്പോൾ ഇതിന്റെ ഇടയിലിരിക്കുന്ന കുട്ടിക്ക് അച്ഛനും അമ്മയാണ്. അപ്പൊ ആ കുട്ടി ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ കാരണം നിങ്ങൾ മാതാപിതാക്കളാണ്. ഒന്നാമത് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു, ഓക്കെ, അത് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി. ഇനി കുഞ്ഞ് എന്ന് പറയുമ്പോൾ അതിനെ നോക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. വടക്കേല അമ്മായിലും തെക്കേല അമ്മാവനെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ ആരും കുഞ്ഞുങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ കംപ്ലീറ്റ് ആവും, അങ്ങനെയില്ല. കുഞ്ഞുണ്ടായതിനെ നോക്കാനുള്ള കഴിവും കൂടി അച്ഛനമ്മമാർക്ക് വേണം, ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. പിന്നെ എന്ത് കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് വേണമെന്ന് പറഞ്ഞാൽ അത് മുഴുവൻ അങ്ങോട്ട് സാധിപ്പിച്ചു കൊടുക്കല്ല. നിങ്ങളുടെ കഷ്ടപ്പാടെന്ന് പറയുമ്പോൾ ജാമ്പവാന്റെ കാലത്ത് ഉണ്ടായിരുന്ന കഥകളല്ല പറയേണ്ടത്. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണോ അത് അറിഞ്ഞു വേണം കുട്ടി വളരാൻ. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ സോ വാട്ട്, അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് കുട്ടികൾ ചോദിക്കുന്നത്. നിങ്ങളോട് ആരും ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ, ഞാൻ കൗൺസിലിംഗിന് ഇരിക്കുന്ന സമയത്ത് അമ്മയോട് ഒരു കുട്ടി ചോദിക്കണം, അമ്മ എന്തിനാണ് എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്, ഇത് കൊണ്ടുവരാതെ വല്ല നല്ല അച്ഛനമ്മേനെ എനിക്ക് ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരെ ചൂസ് ചെയ്യുന്നു, വെരി ബാഡ് ആണ് എൻ്റെ അച്ഛനമ്മ എന്നൊക്കെ. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നമ്മുടെ കുട്ടികൾ മാറുന്നുണ്ട്, പാരന്റിങ്ങും അതനുസരിച്ച് മാറണം.